റഷ്യക്കുള്ളിൽ യുഎസിന്റെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ അനുമതി നൽകിയ അമേരിക്ക റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയത്. വരും ദിവസങ്ങളിൽ റഷ്യക്കെതിരെ ആദ്യമായി ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് യുഎസിന്റെ പച്ചക്കൊടി. ബി.കെ. സുഹൈൽ വിവരങ്ങൾ നൽകും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സുഹൈൽ, അമേരിക്കയുടെ അനുമതിയോടുകൂടി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണോ യുക്രൈൻ? ദിവ്യ, യുക്രൈൻ റഷ്യയിലേക്ക് ആക്രമണം നടത്തുന്നത് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വലിയൊരു ആക്രമണത്തിന് പദ്ധതിയിടുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇപ്പോൾ അമേരിക്ക യുക്രൈന് ദീർഘദൂര മിസൈലുകൾ റഷ്യക്കുള്ളിൽ തന്നെ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. ഇത് ഈ യുദ്ധത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. കാരണം നിലവിൽ റഷ്യക്കുള്ളിൽ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, മോസ്കോയിൽ വരെ യുക്രൈൻ്റെ ഡ്രോണുകൾ എത്തി. പക്ഷേ ഏറ്റവും മാരകശേഷിയുള്ള ആയുധങ്ങൾ അമേരിക്ക യുക്രൈൻ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കസ്ക് എന്ന് പറയുന്ന മേഖല യുക്രൈൻ റഷ്യയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ മേഖലയിൽ ഇപ്പോൾ ഉത്തര കൊറിയയുടെ സൈന്യത്തെ വരെ ഇറക്കിക്കൊണ്ട് അത് പിടിച്ചെടുക്കാനുള്ള ശ്രമം റഷ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ സൈനികർ അവിടെ എത്തി എന്ന് യുക്രൈൻ മനസ്സിലാക്കുകയും യുദ്ധത്തിൽ പുതിയ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുകയാണ്. അവിടേക്ക് ആക്രമണം നടത്താൻ തങ്ങൾക്ക് അനുമതി നൽകണം എന്നാണ് അമേരിക്കയോട് യുക്രൈൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് വാഷിംഗ്ടൺ അതിന് അനുമതി നൽകിയിരിക്കുകയാണ്. ദീർഘദൂര മിസൈലുകൾ റഷ്യക്കുള്ളിൽ ഉപയോഗിക്കാൻ പോവുകയാണ് യുക്രൈൻ എന്നുള്ള വാർത്തകൾ വരുന്നു. യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് 1000 ദിവസങ്ങൾ പിന്നിടാൻ ഇരിക്കുന്ന ഈ ഘട്ടത്തിലാണ് യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒരു പുതിയ മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. പക്ഷേ വൈറ്റ് ഹൗസ് ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. റഷ്യ ഒരിക്കലും ഇത് പാടില്ല, തങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടിലേക്ക് അമേരിക്ക പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇതിലേറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം, ഇനി കൃത്യം 2 മാസം പിന്നിട്ടാൽ ജോ ബൈഡന് പകരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാവാൻ പോവുകയാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞാൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളതാണ്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കും എന്ന നിലപാടെടുക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ജോ ബൈഡൻ എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും തീക്ഷ്ണത കൂട്ടുന്ന ഈ ഒരു നിലപാടിലേക്ക് പോകുന്നത് എന്ന് ലോകം കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണിത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിൽ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ദീർഘദൂര മിസൈലുകൾ റഷ്യക്കുള്ളിൽ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു അനുമതി അമേരിക്ക നൽകുന്നത്. അമേരിക്ക നിരവധി ആയുധങ്ങൾ യുക്രൈൻ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കുള്ളിൽ ഉപയോഗിക്കാനുള്ള അനുമതി വേണം എന്ന് സെലൻസ്കി പല തവണ ബൈഡനോട് ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷേ അത് നൽകിയിരുന്നില്ല. ഈ അവസാന ഘട്ടത്തിൽ എന്തുകൊണ്ട് ബൈഡൻ ഈ അനുമതി നൽകുന്നു? ഇതുപയോഗിച്ചുകൊണ്ട് ഏത് തരത്തിലൊക്കെയാണ് റഷ്യക്കുള്ളിൽ ആക്രമണം നടത്താൻ യുക്രൈന് കഴിയുക? അങ്ങനെയാണെങ്കിൽ റഷ്യ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക? വീണ്ടും രക്തരൂഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് യുക്രൈൻ യുദ്ധം പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ലോകത്തിന് ആശങ്ക വരികയാണ് ഈ സാഹചര്യത്തിൽ.